ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, താങ്കൾക്ക് കേൾക്കാമോ? താങ്കൾ ഉൾപ്പെടെയുള്ള യാത്രികർ സുരക്ഷിതരാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്, ആശ്വാസകരമായ കാര്യമാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ? 7:50 തിരുവനന്തപുരത്ത് ഡൽഹിക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയത്. അത് ടേക്ക് ഓഫ് ചെയ്യാൻ 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെന്റ് വന്നു. റഡാറും തമ്മിലുള്ള ബന്ധത്തിൽ തകരാറുണ്ട്. റഡാറിന് എന്തോ ടെക്നിക്കൽ ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട്, ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിമാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ച് ചെന്നൈക്ക് പോവുകയാണ്, ചെന്നൈയിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് വിമാനം തിരിച്ചു വിട്ടു. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ ചെന്നൈ വന്നു. ചെന്നൈയുടെ മുകളിലെ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ 1 മണിക്കൂർ വിമാനം പറന്നു. ഫ്യൂൽ പരമാവധി അവര് കളയുകയുണ്ടായി. എന്നിട്ട് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. റൺവേയിൽ അടുക്കാറായപ്പോൾ, റൺവേയിലോട്ട് തൊടായപ്പോൾ മറ്റൊരു വിമാനം റൺവേയിൽ ഉണ്ടായിരുന്നെന്ന് പൈലറ്റ് മനസ്സിലായപ്പോൾ പെട്ടെന്ന് വിമാനം റൺവേയിൽ ഇറങ്ങാതെ തന്നെ വീണ്ടും വലിയ വേഗത്തിൽ ടേക്ക് ഓഫ് ആയി. വീണ്ടും 1 മണിക്കൂർ ഫ്ലൈറ്റ് ഈ ചെന്നൈ വിമാനത്താവളത്തിന്റെ മുകളിൽ കറങ്ങുകയായിരുന്നു. കറങ്ങി വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം വീണ്ടും 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സേഫ് ലാൻഡിംഗ് നടത്തി. ഞങ്ങളിപ്പോ എല്ലാവരും വിമാനത്തിൽ ഞങ്ങൾ 5 എംപിമാരുണ്ട്. ഞാനുണ്ട്, KC വേണുഗോപാല്, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ MP, കൂടാതെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുള്ള റോബർട്ട് ബ്രൂസ് MP, 5 എംപിമാരുണ്ടായിരുന്നു. ലോക്സഭാ അംഗങ്ങളായ 5 പേർ. അതുകൂടാതെ കേരള ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഉൾപ്പെടെ ഫ്ലൈറ്റ് മുഴുവൻ ഫുള്ളായിരുന്നു. ഫുൾ യാത്രക്കാരുമായിട്ട് പോയ ഫ്ലൈറ്റാണ്. ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഞങ്ങള് വീണ്ടും 12:30 മണിയോടുകൂടി മറ്റൊരു ഫ്ലൈറ്റിൽ ഡൽഹിയിൽ എത്തിക്കാമെന്നാണ് എയർ ഇന്ത്യ അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അറൈവൽ ടെർമിനലിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ വിമാനത്തിൽ ഇറങ്ങി ഷട്ടിൽ ബസ്സിൽ കയറി ഞങ്ങളെ അറൈവൽ ടെർമിനലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചതിന്. 12:30 മറ്റൊരു വിമാന സർവീസ് സംവിധാനം ഒരുക്കും ഇവർക്ക് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടാനെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്.